പുകയില ഉപയോഗത്തിന്റെ ചരിത്രം അത് 16-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നു. ക്യൂബയിലെത്തിയ ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് അവിടുത്തെ ആളുകൾ ഒരുതരം ചെടിയുടെ ഇല ചുരുട്ടിക്കത്തിച്ച് അതിന്റെ പുക ശ്വസിക്കുന്നതായി കണ്ടു. താൽക്കാലിക ഉന്മേഷത്തിന് അത് നല്ലതാണെന്ന് കണ്ടെത്തിയതോടെ അവരും അത് ഉപയോഗിച്ചു തുടങ്ങി. കൊളംബസിന്റെ യാത്രയിലൂടെ പുകയില ഉപയോഗം യൂറോപ്പിലേക്കും അമേരിക്കൻ വൻകരകളിലേക്കും എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 16-ാം നൂറ്റാണ്ടോടെ പുകയില ലോകമെമ്പാടും പ്രചാരത്തിലായി. പുകയില ചെടിയുടെ ഇല ഉണക്കി കത്തിച്ചു വലിച്ചും ചവച്ചും പൊടി രൂപത്തിൽ മൂക്കിലേക്ക് വലിച്ചുമൊക്കെ ഇവ ഉപയോഗിച്ചു തുടങ്ങി. സർവ്വരോഗത്തിനുമുള്ള പ്രതിരോധ ഔഷധമായാണ് പുകയിലയെ ആദ്യകാലങ്ങളിൽ പരിഗണിക്കപ്പെട്ടത്. തലവേദന, ജലദോഷം, വ്രണങ്ങൾ, ദഹനക്കുറവ്, വയറുവേദന, വാദം, നീര് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് പുകയില ഉൾപ്പെട്ട ഔഷധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ശരീരത്തിന്റെ ക്ഷീണാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഉണർവുണ്ടാക്കാൻ സാധിക്കുന്ന ഘടകം എന്നതായിരുന്നു പുകയിലയുടെ പ്ലസ് പോയിന്റ്. എന്നാൽ പുകയിലയുടെ സ്വാഭാവിക ഉപയോഗത്തിന് ഔഷധ ഗുണമുണ്ടെന്ന പ്രചാരത്തിന് ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ലായിരുന്നു. 17-ാം നൂറ്റാണ്ടോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ പുകയില കൃഷി ചെയ്യാൻ തുടങ്ങി. ചുരുട്ട്, സിഗരറ്റ്, ബീഡി എന്നിങ്ങനെ പുകയുള്ളതും പുകയില്ലാത്തതുമായ രീതിയിൽ അവയുടെ ഉപയോഗം വ്യാപകമായി.